ഇതെന്റെ വീടാ. ഇവിടെ വെച്ച് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ ആരാ ചോദിക്കാൻ? നീ നിന്റെ കാര്യം നോക്കി പോടാ. ദീപകേട്ടാ, വെറുതെ വഴക്കുണ്ടാക്കാതെ ഞങ്ങള് സംസാരിക്കട്ടെ ദീപകേട്ടാ. ഇത് അവള് തന്നെയാ, സംശയമില്ല. പക്ഷെ ഇവളുടെ പേര് നന്ദന എന്നായിരുന്നു. മേലിൽ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. ഹലോ രാജു. എടാ രാജുവേ, നീ ഓർക്കുന്നുണ്ടോടാ കോളേജില് എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയ ഒരു പെൺകുട്ടിയെ? കോളേജിൽ നിന്റെ പിറകെ ഒത്തിരി പെൺകുട്ടികൾ നടന്നിരുന്നല്ലോ, ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. എടാ, ഇത് ശല്യം കൂടിയപ്പോഴേ ഞാൻ ചെകിടത്തൊന്നും കൊടുത്തില്ലടാ. അവളുടെ കാര്യം ചോദിച്ച്. അതാ അനന്തംപിള്ളയുടെ മോളല്ലേടാ, അഞ്ജലി. അഞ്ജലിയോ? എടാ, നന്ദന എന്നല്ല അവളുടെ പേര്. എടാ, പേര് അഞ്ജലി തന്നെയായിരുന്നു. അനന്തംപിള്ളയുടെ മോളുമാണ്. അവളെങ്ങാണ്ട് അമേരിക്കയിലെ മറ്റോ ആയിരുന്നില്ലേ? അവളെ ഇപ്പൊ നാട്ടിലുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി രാജു. മാഡം ഇരിക്കൂ. ഞങ്ങൾ ഇവിടെ നിന്നോളാം സാർ. നിങ്ങൾ ഇങ്ങനെ കയറി വന്നത് മുതൽ നിൽക്കുന്നത് എനിക്ക് അസ്വസ്ഥയാട്ടോ. നിങ്ങളിരിക്കുക പ്ലീസ്, ഇരുന്നുകൊണ്ട് സംസാരിക്കാം. ഈ അമ്മയും മോളും തട്ടിപ്പുകാരാണോ മോളെ? ഒന്നും മനസ്സിലാവുന്നില്ല ചെറിയമ്മേ. ഈ അനന്തംപിള്ള പാപ്പരായിന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെ ശരിയായിരിക്കും. കാരണം ഭരണം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന വിശ്വാസത്തില് അനന്തംപിള്ള എറിഞ്ഞതേ ചില്ലറയൊന്നും അല്ല, കോടികളാ. ചിലപ്പോ അമേരിക്കൻ ബന്ധം വെച്ച് ഇവളും കുറെ രൂപ കടം മേടിച്ചു കൊടുത്തു കാണും. പിന്നെ ഇവരെ ഇറക്കിയത് അംബികയല്ലേ? അതാ എനിക്ക് റോങ് ആയിട്ട് തോന്നുന്നത്. അതെ മോളെ. അത് മാത്രല്ല, ഈ ഗതികെട്ട പെണ്ണിനെയൊക്കെ മകനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അംബിക തയ്യാറാവോ? ദീപക് അനന്തപിള്ളയ്ക്ക് വാക്ക് കൊടുത്തതിന്റെ പേരില ഇവളും അമ്മയും ഇവിടെ വന്നത്. അനന്തപിള്ള പാപ്പരായത് പിന്നീടല്ലേ? എന്തായാലും ഇവരാരും നേരായ വഴിക്ക് പോകുന്നവരല്ല. അല്ലെങ്കിൽ പ്രായമായ മകളെയും കൊണ്ട് അഭയം ചോദിച്ച് ആ സ്ത്രീ ഇങ്ങോട്ട് കയറി വരൂ? അതെ ചെറിയമ്മേ. അതും അനന്തപിള്ളയുടെ ശത്രുക്കൾ താമസിക്കുന്ന വീട്ടിലേക്ക്. എന്തായാലും നമുക്ക് ചായ കൊടുക്കാം. അത് നമ്മുടെ മര്യാദ. വാ മോളെ. നിങ്ങളുടെ ഭർത്താവും ഈ കുട്ടിയുടെ അച്ഛനുമായ അനന്തംപിള്ള എന്നോട് ചെയ്ത അക്രമങ്ങളൊന്നും ചെറുതല്ല. എന്നെയും എന്റെ മകളെയും അയാൾ കൊല്ലാൻ വരെ നോക്കിയിരുന്നു. ആയുസിന്റെ ബലം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അയാള് തെറ്റ് ചെയ്തേനെ ഈ പാവത്തുങ്ങൾ എന്ത് പിഴച്ചു പ്രതാപ? എന്തൊക്കെയായാലും അയാളുടെ ഭാര്യയും മകളും അല്ലേ. ശത്രുവിന്റെ ഭാര്യയ്ക്കും മകൾക്കും എന്റെ വീട്ടിൽ അഭയം കൊടുക്കാൻ ഞാൻ ശത്രുക്കളെ അവരെ സ്നേഹിക്കുന്ന യേശുക്രിസ്തു എന്നല്ലല്ലോ. ചായ കുടിക്ക.
ഇവള് പണ്ട് എൻ്റെ പുറകെ നടന്നതാണെന്നും ഞാൻ കരണം നോക്കി ഒരെണ്ണം കൊടുത്തതാണെന്നും ഋതുവിനോട് പറയണോ? ശിവാമിയുടെ ജന്മസ്ഥലം എവിടെയാ? പാലക്കാടാണ് സാർ. എനിക്ക് നന്ദനയോട് മാത്രമായി ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഏയ്, അതൊന്നും വേണ്ട. അതെന്തിനാ നീ സംസാരിക്കുന്നേ? അവർ സംസാരിക്കട്ടെ ചേച്ചി, ഒരേ പ്രായക്കാരല്ലേ? ഇവിടെ നിന്ന് സംസാരിക്കാം. എവിടെയായാലും എനിക്ക് കുഴപ്പമില്ല ഋതികെ. ഞാൻ നന്ദനയോട് ഇത് പറയുന്നത് തന്നെ നന്ദന എന്നെ പോലൊരു പെൺകുട്ടി ആയതുകൊണ്ടാ. ഋതിക പറയൂ, ഞാൻ കേൾക്കാം. നന്ദന ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ അമ്മായിയുടെ മകനാണ് ഈ ദീപക് എന്നുള്ള കാര്യം അറിയാലോ. അറിയാം. അവനെക്കുറിച്ച് മോശം പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതാ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവൻ എൻ്റെ റിലേറ്റീവ് ആയിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. നന്ദനയുടെ സങ്കല്പത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരന് കുറച്ച് നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിക്കും, ഇല്ലേ? അതെ. എന്നാ ഈ പറയുന്ന ഒരു സ്വഭാവ ഗുണങ്ങളും ഇല്ലാത്ത ഒരുത്തന് ഈ ദീപക്. സത്യം പറഞ്ഞ ഒരു ഫ്രോഡ്. അതാണവൻ. നിന്നെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? എന്താ രഹസ്യം? ഞാനും കൂടെ കേൾക്കട്ടെ. നിന്നെ കേൾപ്പിക്കാനല്ല ഞാൻ നന്ദനയോട് ചില കാര്യങ്ങൾ പറയുന്നത്. നന്ദന അറിയാൻ വേണ്ടി തന്നെയാ. അല്ല, ഇവിടെ വെച്ചെന്താ? ഇതെന്റെ വീടാ. ഇവിടെ വെച്ച് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ ആരാ ചോദിക്കാൻ? നീ നിന്റെ കാര്യം നോക്കിപ്പോടാ. എടി, ദീപകേട്ടാ, വെറുതെ വഴക്കുണ്ടാക്കാതെ. ഞങ്ങള് സംസാരിക്കട്ടെ ദീപകേട്ടാ. പുള്ളി പോയി. അവൻ പുള്ളിയല്ല, വള്ളിയാ. താലിയെങ്ങാനും കെട്ടിപ്പോയല്ലേ വലിഞ്ഞു മുറുകി കൊല്ലാൻ പോകുന്ന വള്ളി. അവനീ കാണുന്ന ആളൊന്നും അല്ല. ഞാനതെങ്ങനെ പറയുന്നത്? അവന്റെ ചതയിൽ വീണ പെൺകുട്ടികളുടെ എണ്ണം കുറച്ചൊന്നും അല്ല. അത് മാത്രമല്ല, ഇവന്റെ കല്യാണം കഴിഞ്ഞതാ. അതില് ഒരു കുഞ്ഞുണ്ട്. അത് ഇവിടുത്തെ ഒരു ജോലിക്കാരിയായിരുന്നു. അവളെ ഇവൻ ചതിച്ചു. അല്പം മുൻപ് ആ കുട്ടി ഈ വീട് വിട്ട് പോയത്. കല്യാണം കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ നന്ദന കരയാതിരിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നത്. ഇത് പരദൂഷണം പറച്ചിലല്ല. നന്ദനെന്നല്ല, ഏത് പെണ്ണ് ഇവനെ കല്യാണം കഴിക്കാൻ വന്നാലും ഞാനിതൊക്കെ പറയും. അത് അവരെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ ഞാൻ പറയുന്നത്.